ഹായ് ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇപ്പൊ ബേസിക് ലോജിക്കലി നമ്മള് കുറച്ച് കാര്യങ്ങള് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസ് ഒക്കെ പറഞ്ഞ് ഇനിയും കുറച്ച് പറയാനുണ്ട്. പക്ഷെ അതിന് മുമ്പ് നമ്മള് ഇതുമായി ബന്ധപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലേക്ക് പോവാം. നോക്കാം. ഒരു ഫസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. രണ്ട് എക്സാമ്പിൾ ആണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കുന്ന ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്സിന്റെയും അതിന്ന് കൺക്ലൂഷന്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്ന എക്സാമ്പിൾ ആണ്. അപ്പോ എന്താണ് കഥ? നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? ഫേസ്ഡ് വിത്ത് എൻജിൻ പ്രോബ്ലംസ്, എലൻ റൈറ്റ് മെയ്ഡ് ആൻ എമർജൻസി ലാൻഡിംഗ് ഓൺ ദ ബീച്ച് ഓഫ് ദ ഐലൻഡ് ഓഫ് നൈറ്റ്സ് ആൻഡ് നേവ്സ്. The island is inhabited by two distinct groups of people, knights and knaves. എന്താണ് നൈറ്റ്സ് എന്ന് പറഞ്ഞാല്? എപ്പോഴും സത്യം മാത്രം പറയുന്ന ഒരു വിഭാഗമുണ്ട്. രണ്ട് വർഗങ്ങളാണ് ആ കാട്ടിലുള്ളത്. ഒന്ന് നൈറ്റ്സ്, സത്യം മാത്രം പറയുന്നവര്. രണ്ടാമത് നെയ്വ്സ് എപ്പോഴും കളവ് പറയുന്നവര്. അപ്പൊ ഇവിടെ നോക്കുക, നമ്മളെ ഇത് പ്രൊപ്പോസിഷൻ ആവണമെങ്കിൽ നമുക്കറിയാം ഒരു സ്റ്റേറ്റ്മെന്റ് ഓൾവേസ് ട്രൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ ട്രൂ ആവണം അല്ലെങ്കിൽ ഫോൾസ് ആവണം. അപ്പോ സത്യവും കളവും കൂടെ പറയുന്ന ആളുകളല്ല ഈ ഒരു പ്രത്യേക വിഭാഗങ്ങള്. എന്താ പറയാ, നൈറ്റ്സ് വെറും സത്യം പറയുന്നവരും നെയ്വ്സ് വെറും കളവ് പറയുന്നവരുമാണ്. അപ്പോ ഇവരെ കണ്ടാ തിരിച്ചറിയുകയും കൂടി ഇല്ല. അപ്പോ എലൻ എന്താ പറയാ, ക്യാപിറ്റലിലേക്ക് യാത്ര ചെയ്ത് അവിടെ ചെന്ന് ബാക്കി എന്താ പറയാ കമ്പനിയിലേക്ക് വിളിക്കാനൊക്കെ തീരുമാനിക്കുകയാണ്. അപ്പോൾ വാക്കിംഗ് ഫ്രം ദ ബീച്ച് ഷീ കെയിം ടു ആൻ ഇന്റർസെക്ഷൻ where she saw two men A and B working nearby. After hearing her story, A told to Ellen, "The capital is in the mountain, or the road on the right goes to the capital." എന്താ പറഞ്ഞ? ക്യാപിറ്റല് ആ മൗണ്ടെയിൻസിലാണ്, ലെഫ്റ്റ് റോഡാണ്, എന്താണ് റൈറ്റ് റോഡാണ് ക്യാപിറ്റലിലേക്ക് പോകുന്നത്. ബി എപ്പോഴെന്താ പറഞ്ഞത്? ദ ക്യാപിറ്റൽ ഈസ് ഇൻ ദ മൗണ്ടെയിൻസ് ആൻഡ് ദ റോഡ് ഓൺ ദ the capital is in the mountains and the road on the right goes to the capitals. എന്താണ് വ്യത്യാസം? അവിടെ നേരത്തെ ഓറ് പറഞ്ഞ ഇവിടെ ഹാൻഡ് ആയതുള്ളൂ. Right? Then A looked up and said, "That man is a liar. That man is a liar." അപ്പോ struggling his shoulders, B then said, "If the capital is in the mountains, then the road to the right goes to the capital." Ellen then made a table on the back of her gate book, thanked the two men, and walked down road on left. Did Ellen make the correct decision? അപ്പൊ നമ്മൾ എലൻ ഉണ്ടാക്കിയ ടേബിള് നമ്മളും കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെ ആയിരിക്കാം എലൻ ടേബിൾ ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രോബ്ലം. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊക്കെ പ്രൊപ്പോസിഷൻസ് ആക്കി മാറ്റുക ആണ് വേണ്ടത്. അപ്പോ നമ്മളൊക്കെ പ്രൊപ്പോസിഷൻ ആക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം, പി ക്യൂ എന്നൊക്കെ കൊടുക്കാം. പക്ഷെ നമ്മള് ഇപ്പോ സിന്നോ എമ്മോ എന്ന് കൊടുക്കുക. സി എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ പ്രൊപ്പോസിഷൻസ് ആക്കിയിട്ട് മാറ്റുക. ആദ്യത്തെ എയുടെ സ്റ്റേറ്റ്മെന്റ് എ ഓർ ബി അല്ലെങ്കിൽ പി ഓർ ക്യൂ ഫോമിലാണ്. അപ്പൊ ആദ്യത്തതിന് സി എന്ന് പേരെടുക്കുക, ക്യാപിറ്റൽ എന്നുള്ളതുകൊണ്ട്. ക്യാപിറ്റൽ ഈസ് mountains. Right?
റൈറ്റ് റോഡാണ് ക്യാപിറ്റലിലേക്ക് പോകുന്നത്. എന്താണ്? The road on right goes to the capital. ഇപ്പോ ഇത്രയും സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ഓക്കെ, നമ്മളൊരു ട്രൂത്ത് ടേബിള് രണ്ടാള് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ ആള് എ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നോക്കാം. എ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ് നോക്കാം. ക്യാപിറ്റൽ ഈസ് ഇൻ ദ മൗണ്ടൻസ് ഓർ സി ഓർ ആർ. ബി എന്താണ് പറഞ്ഞപ്പോ? ബി എന്താണ് പറഞ്ഞത്? ക്യാപിറ്റൽ ആൻഡ് ആണ്, സി ആൻഡ് ആർ എന്നാണ് ബി പറഞ്ഞത്. എ വീണ്ടും പറഞ്ഞെന്താണ്? ബി വീണ്ടും പറഞ്ഞത് ഇഫ് then അല്ലെ? അപ്പൊ സി ഇംപ്ലൈസ് ആർ അല്ലേ? ഇഫ് ദ ക്യാപിറ്റൽ ഈസ് ഇൻ ദ മൗണ്ടൻസ് അല്ലെ? ബി വീണ്ടും പറഞ്ഞത് സി ഇംപ്ലൈസ് ആർ എന്നാണ്. അപ്പൊ എ ലെയർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മള് ഈ സിക്കും ആറിനും ട്രൂത്ത് ടേബിൾ ഒന്ന് വരച്ചു നോക്കാം. എങ്ങനെ നമ്മൾ ട്രൂത്ത് ടേബിൾ വരക്കുക? സി ആർ, പിന്നെ സി ഓർ ആറിന്റെ ട്രൂത്ത്നെസ്, സി ആൻഡ് ആറിന്റെ, സി ഇംപ്ലൈസ് ആറിന്റെ. അപ്പൊ സി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സി ട്രൂ ആവാം. നമ്മൾ എല്ലാ പോസിബിലിറ്റി നോക്കണ്ടേ? രണ്ടും ട്രൂ ആവാ, ആദ്യത്തെ ട്രൂ രണ്ടാമത്തെ ഫാൾസ് ആവാ, ആദ്യത്തെ ഫാൾസ് രണ്ടാമത്തെ ട്രൂ ആവാ, രണ്ടും ഫാൾസ് ആവാ. പിന്നെ സി ഓർ ആറിന്റെ ട്രൂത്ത്നെസ് എന്താണ്? ട്രൂ ആണ്, ഇത് ട്രൂ ആണ്, ഇത് ട്രൂ ആണ്, ഇത് ഫാൾസ് ആണ്. സി ആൻഡ് ആറിന്റെ ഇത് ട്രൂ ആണ്, ഇത് ഫാൾസ് ആണ്, ഇത് ഫാൾസ് ആണ്, ഇത് ഫാൾസ് ആണ്. സി ഇംപ്ലൈസ് ആറിൻ്റെതോ ഇത് ട്രൂ ആണ്, ഇത് ഫാൾസ് ആണ്, ബാക്കിയൊക്കെ ട്രൂ ആണ്. അപ്പൊ നമ്മളുടെ ഐഡിയ എന്താന്ന് വെച്ചാല്, അല്ലെങ്കിൽ എലൻ ഉപയോഗിച്ച ഐഡിയ എന്താന്ന് വെച്ചാല്, ഇതില് ആരെങ്കിലും ഒരാള് നൈറ്റോ ആരെങ്കിലും ഒരാള് ഇതാണോ എന്നുള്ളത് നമ്മളിതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമോ നോക്കുകയാണ്. അപ്പൊ നോക്ക, ഈ എ എന്ന് പറയുന്ന ആള് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് നോക്കാം. എ എന്ന് പറയുന്ന ഇതൊക്കെ എയുടെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവാനുള്ള, എയുടെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവാൻ ഇത്രയും ചാൻസ് ഉണ്ട്. അപ്പോ എ ഈസ് എ നൈറ്റ് എന്ന് നമ്മളൊന്ന് കരുതി നോക്കാം. എ നൈറ്റ് ആണെന്ന് വിചാരിക്കുക. എന്റെ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക അല്ലെ? ഇത്രയും രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണെങ്കിൽ മാത്രമേ എ പറഞ്ഞ തെറ്റാവുന്നുള്ളൂ. അപ്പൊ എ ഒരു നൈറ്റ് ആണ് എന്ന് ഉള്ള ഓപ്ഷൻ നോക്കാം. എ നൈറ്റ് ആണെങ്കിൽ എ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് that man is a liar. എ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ബി ഈസ് naive. അപ്പൊ എ ഈസ് എ നൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞാല് ബി ഈസ് എ ലയർ എന്നുള്ളത് ശരിയാണെന്ന് കിട്ടും. അപ്പൊ ബി ഈസ് എ naive എന്ന് കിട്ടും. ഇയാള് സത്യം പറയുന്ന ആളാണ്, സത്യം പറയുന്ന ആള് മറ്റേ കളവ് പറയുന്ന ആളാണെന്ന് പറഞ്ഞാൽ അതാണ് സത്യം. അപ്പൊ ബി ഈസ് എ naive. അപ്പൊ ബി നെയ്വ് ആണെങ്കിൽ ബി പറഞ്ഞതൊക്കെ തെറ്റാവണ്ടേ? അപ്പൊ ബി പറഞ്ഞതൊക്കെ തെറ്റാവണ ഓപ്ഷൻ ഏതാണ്? ഇത് രണ്ടുമാണ്. ബി പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റുണ്ട്, അത് ഇവിടെ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. അപ്പോ നോക്കുക, ബി പറഞ്ഞ രണ്ടും തെറ്റുന്ന എപ്പോഴാണ്?
എന്താ എ പറയണ സത്യമാവണം എപ്പോഴാണ് നോക്കാം. ദിസ് ഇസ് ദ കേസ്, ദിസ് അവർ സൊല്യൂഷൻ. ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് സി ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് ഫാൾസ്. മനസ്സിലായോ? എന്താ നമ്മൾ ചെയ്തത്? ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എനെ സംബന്ധിച്ചിടത്തോളം എ വളരെ ലൂസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, സി ഓർ ആർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ട്രൂ ആവുന്നൊക്കെ അതിന്റെ ടേബിളിൽ നോക്കുമ്പോൾ അതാണ് കൂടുതൽ ശരികളുള്ളത്. അപ്പൊ നമ്മൾ എനെ നൈറ്റ് ആയിട്ട് എടുത്തു. എ നൈറ്റ് ആണെങ്കിൽ എ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ബി സെയിം നെയ്യും. അപ്പൊ അതും ശരിയാവണം, കാരണം സത്യമുള്ള ആൾ എന്ത് പറഞ്ഞാലും അത് സത്യമാണെന്നല്ലോ. അപ്പൊ ബി സെയിം നെയ്വ് എന്ന് പറഞ്ഞാല് അത് ബി നെയ്വ് തന്നെയാണെങ്കിൽ ബി പറയുന്ന മുഴുവൻ തെറ്റാവണം. ബി സത്യം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? ബി പറഞ്ഞ രണ്ടും ശരിയാണെന്നാണ്. ഇത് ബി പറഞ്ഞ ഒന്ന് ശരിയും ഒന്ന് തെറ്റാണെന്നാണ്. ഇത് ബി പറഞ്ഞ ഒന്ന് തെറ്റും ഒന്ന് ശരിയാണ്. ഇതൊന്നും പറ്റില്ല, കാരണം ബി നെയ്വ് ആയതുകൊണ്ട് അയാൾ പറഞ്ഞൊക്കെ തെറ്റാവണം. അപ്പൊ ബി പറയണ, അപ്പൊ ഇതാണ് നമ്മളുടെ യഥാർത്ഥ കേസ്. ബി നെയ്വ് ആണെങ്കിൽ ബി പറഞ്ഞ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ആയിരിക്കും, ഈ രണ്ടായിരിക്കും കറക്റ്റ്. അപ്പൊ ഇത് രണ്ടും ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി ഓർ ഇത് എ പറഞ്ഞത് കറക്റ്റ് ആണ്, കാരണം എ നെയ്വ് ആണല്ലോ. അപ്പോ സിന്റെയും ആറിന്റെയും ട്രൂത്ത്നെസ് കറസ്പോണ്ടിങ് വാല്യൂസ് എന്താണെന്ന് നോക്കാം. സോ അപ്പൊ നമുക്ക് എന്താണ് ഗസ് ചെയ്യാൻ പറ്റുക? സി ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് ഫാൾസ്. C is true and R is false. C is true means capital is in the mountains and the road on the ഏത് റോഡിനൊക്കെ വണ്ടി വരാ? ഇത് കണ്ടോ? ഇനി വീണ്ടും ചോദ്യത്തിലേക്ക് തിരിച്ചു വരാ. എലൻ made a table, thanked the two men and walked down to the road on right. Did he make the correct decision? Right. കാരണം റൈറ്റിലേക്ക് പോണാണ്, ഇത് പറഞ്ഞത് തെറ്റാണ്, ഇത് ശരിയാണ്. അപ്പൊ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? റൈറ്റിലേക്കുള്ളതാണ് എന്ന് പറഞ്ഞത് തെറ്റായതുകൊണ്ട് അദ്ദേഹം ലെഫ്റ്റ് ഡയറക്ഷനിൽ നടന്നുപോയി എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഈ പ്രോബ്ലം? ട്രൂത്ത് ടേബിളിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ആണ്. ഈ കഥക്ക് എലൻ സാഗ എന്നാണ് പറയുന്നത് കേട്ടോ. എലൻ സാഗ, നിങ്ങൾ കാൻഡി ക്രഷ് സാഗ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ, മക്കളൊക്കെ കളിക്കണ കളി. അപ്പൊ എലൻ സാഗ, ഈ എലൻ സാഗ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ ഈ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റിന് ആൻസർ പറയേണ്ടത് നിങ്ങളാണ്. അപ്പോ ഇതാണ് എലൻ സാഗ കണ്ടിന്യൂ ചെയ്യാണ്. എന്താണ്? വാക്കിംഗ് അപ്പ് ദ റോഡ് ഓൺ ലെഫ്റ്റ് റോഡ് സെലക്ട് ചെയ്തു അല്ലെ. അപ്പോ അവിടെ 3 പേര് നിൽക്കുന്നുണ്ട്, 3 സ്ത്രീകൾ നിൽക്കുന്നുണ്ട്. അവരോട് ചോദിച്ചു whether the road went to the capital or whether the location was indeed a bus stop. അപ്പൊ നമ്മൾ മുകളിലത്തേനോട് വല്ല കണക്ട് ചെയ്യേണ്ട, ചിലപ്പോ ഇത് സ്റ്റേറ്റ്മെന്റിന് വേണ്ടിട്ട്, ഇതൊരു എക്സാമ്പിൾ അല്ലേ. എന്തായാലും നമ്മൾ നേരത്തെ റിസൾട്ട് ഉപയോഗിക്കേണ്ട മൗണ്ടൻ. അപ്പോ ഇതാണ് ചോദ്യങ്ങള്. whether the location is indeed a bus stop, ഒരു സ്ഥലം ഉണ്ട്, അവിടെ ബസ് സ്റ്റോപ്പ് ആണോ, ഈ റോഡ് ക്യാപിറ്റലിലേക്കാണോ പോകുന്നത്? അപ്പോ the road goes to the capital and the bus stop is not here. The road does not go to the capital and the bus stop is here. The road does not go to the capital and the bus stop is not here. Confused and somewhat perplexed, Ellen asked them whether they are knights or knaves. To this they all answered, 2 of us are knights and 1 is a liar. How many of 3 women are knights? Does the road go to the capital? Is the location where Ellen met them a bus stop? Right? അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള നമുക്ക് ഇതേപോലെ
എന്താ പറയാ, റോഡ് ഗോസ് ടു ദ ക്യാപിറ്റലിന് സി കൊടുക്കുക. സി എന്ന് പറഞ്ഞാല് റോഡ് ഗോസ് ടു ദ ക്യാപിറ്റൽ. അല്ലെങ്കിൽ റോഡ് ഗോസ് ടു ദ ക്യാപിറ്റൽ. ഇനി ബസ് സ്റ്റോപ്പ് is here. അപ്പോ ഇത്ര മതി നമുക്ക്. നമ്മൾ എപ്പോഴും നോക്കുക, ഒരു കാര്യം ആലോചിക്കണ്ടേ, നോട്ട് ഹിയർ എന്ന് ചേർക്കരുത്. നെഗേഷൻ നമ്മൾ പ്രപ്പോസിഷനിൽ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മള് സിമ്പിൾ പ്രപ്പോസിഷൻസേ ഫോം ചെയ്യാൻ പാടുള്ളൂ. അതിൽ ആൻഡും നോട്ടും ഓറും ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. പോസിറ്റീവ് ആയിട്ട് കൊടുക്കണം എപ്പോഴും സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ബസ് സ്റ്റോപ്പ് ഈസ് നോട്ട് എന്ന് കൊടുക്കരുത്. ബസ് സ്റ്റോപ്പ് ഈസ് ഹിയർ തന്നെ നമ്മള് എന്താ ഇതായിട്ട് കൊടുക്കണം. ഓക്കെ, പ്രപ്പോസിഷൻ ആയിട്ട് കൊടുക്കണം. ഇനി നമ്മളുടെ സിന്റെയും ഡിന്റെയും ഇന്റെയും സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക. നമ്മൾ ട്രൂത്ത് ടേബിൾ നോക്കുക. ഓക്കെ, എത്ര 3 ആളുണ്ട് കേട്ടോ. സി എന്താ പറയാ, 2 സ്റ്റേറ്റ്മെന്റ് ഉള്ളത്. അതിനുള്ളതല്ലേ? സി ആൻഡ് ബി. എന്താ lady C says, D says. Yes. അപ്പോ സി നമ്മൾ ഓരോന്നിന്റെയും സാധ്യതകളൊക്കെ, സി ട്രൂ ആവാം, ട്രൂ ട്രൂ, ട്രൂ ഫാൾസ്, ഫാൾസ് ട്രൂ, ഫാൾസ്. സി പറയുന്നത് എന്താണ്? The road goes to the capital and the bus stop is not here. So C and negation of B, right? C and negation of B. But negation of B, C and negation of B are T and negation of T. C true and false. This is false, right? This is true. This is false. This is false, right? ഇനി D പറയണം നമുക്ക്. D എന്ന് പറയണ negation of C and B. എന്തായിരിക്കും ഇത്? ആദ്യത്തത് ഫാൾസ് ആയിരിക്കും, രണ്ടാമത്തത് ഫാൾസ് ആയിരിക്കും, മൂന്നാമത്തത് ട്രൂ ആയിരിക്കും, നാലാമത്തത് ഫാൾസ് ആയിരിക്കും. ഇനി ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റോ, റോഡ് ഗോസ് ടു ദ ഡസ് നോട്ട്, negation of C and negation of B. So ഇത് false ആയിരിക്കും, ഇത് false ആയിരിക്കും, ഇത് false ആയിരിക്കും, ഇത് മാത്രം true ആയിരിക്കും, right? അപ്പൊ ഇനി നമ്മൾ നോക്കുക, ഇനി ഇതിൽ നിന്ന് എങ്ങനെ ഇതില് ഞങ്ങളിൽ ചിലർ എന്താ പറയാ, ഞങ്ങളില് എത്ര 2 ആള് നൈറ്റ് ആണ്, ഒരാള് നെയ്വാണ് എന്നാണ് അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. 2 of us are nights and 1 is a liar എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 ആള് സത്യം പറഞ്ഞു, ഒരാള് നുണ പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? നോക്കുക, ഇതാണ് ഇവരുടെ സ്റ്റേറ്റ്മെന്റ്സ്. ഇതാണ് 3 ആളില് 2 ആള് സത്യം, ഒരാള് കളവും പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ലല്ലോ. 3 ആള് കളവും
ഒരാള് സത്യവും പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? സോറി, മൂന്നാളിൽ രണ്ടാള് എങ്ങനെയാണ് പറഞ്ഞത്? 2 are knights and 1 is a knave എന്നാണ്. അപ്പോ രണ്ടാള് സത്യവും ഒരാള് കളവും പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? അങ്ങനെ ഓപ്ഷൻ ഇല്ല. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ ആ പറഞ്ഞത് തെറ്റാണ് എന്നാണ് അർത്ഥം. അവർ ആ പറഞ്ഞത് തെറ്റാണ് പറഞ്ഞാല് എല്ലാവരും നെയ്വ്സ് ആണ് എന്നാണ് അർത്ഥം. All are knaves. Then what is the answer? അപ്പൊ ഫൈനൽ ആൻസർ എന്താണെന്നല്ലേ നിങ്ങൾ നോക്കുക. ഓക്കെ.